السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മതമൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്, ആ മതമൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിനെ നാം ഗൗരവത്തിൽ കാണണം എന്നു പറഞ്ഞാൽ അത് മതമൗലികവാദമോ തീവ്രവാദമോ രാഷ്ട്രീയത്തിനു പുറത്തുള്ള ഒരു സംസാരമോ ആയി വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു സിദ്ധാന്തം കേൾക്കാൻ സാധിച്ചു. എന്നു മാത്രമല്ല, ആ സിദ്ധാന്തം മുന്നോട്ട് വച്ചിട്ടുള്ളതിൽ മഹാഭൂരിപക്ഷവും കമ്മ്യൂണിസത്തെയും അതിൻ്റെ ദർശനങ്ങളെയും ആദർശമായി സ്വീകരിച്ചവരും ആ ദർശനത്തിൻ്റെ സഹയാത്രികരായ ആളുകളുമാണ്. അപ്പോൾ ഉണ്ടായിത്തീർന്ന സ്വാഭാവികമായ ഒരു സംശയത്തിൽ നിന്നാണ് തീർച്ചയായും ഈ ഒരു സംസാരം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം മതമൂല്യങ്ങളെ നിലനിർത്തേണ്ടതുണ്ട്, അത് നശിച്ചു പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മൗലികവാദമാണെങ്കിൽ, അത് തീവ്രവാദമാണെങ്കിൽ, മതത്തെ തന്നെ ഇല്ലാതെ ചെയ്യലും മതത്തിൻ്റെ സാമൂഹ്യ വേരുകളെ പിഴുതെറിയലും അതുമായി യുദ്ധം ചെയ്യലുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലകൊള്ളാൻ സാധിക്കുക? കാരണം മതത്തെ സ്ഥാപിക്കൽ ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ അത് മൗലികവാദവും തീവ്രവാദവുമാണെങ്കിൽ, മതത്തെ തന്നെ ഇല്ലാതെ ചെയ്യുകയും അതിൻ്റെ വേരുകളെ മുഴുവൻ പിഴുതെറിയുകയും ചെയ്യുക എന്നത് അത് രാഷ്ട്രീയമായി അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ അത് ശരിയല്ല, അത് വൈരുദ്ധ്യം നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആലോചിച്ചപ്പോഴാണ് സ്വാഭാവികമായും ഒരു സംശയമുണ്ടായിട്ടുള്ളത്. കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ, കമ്മ്യൂണിസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, കമ്മ്യൂണിസത്തിനും അതിൻ്റെ ദർശനത്തിനും ഒരു രാഷ്ട്രീയ ദർശനമായി നിലകൊള്ളുവാൻ സാധിക്കുമോ? കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഇത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസം രാഷ്ട്രീയമാണോ അതല്ല ലോകത്തിന് അരാജകത്വമാണോ കമ്മ്യൂണിസ്റ്റ് ദർശനം സംഭാവന ചെയ്യുന്നത് എന്ന ഒരു പരിശോധന പ്രസക്തമായി തീരുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലുള്ള ഒരു വാചകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിലെ 4-ാമത്തെ അധ്യായത്തിലെ അവസാന ഭാഗത്ത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നിങ്ങൾക്ക് സുപരിചിതമാണ്. കാൾ മാർക്സും എംഗൽസും കൂടി രചിച്ചിട്ടുള്ള ആരാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, എന്താണ് കമ്മ്യൂണിസം എന്ന് വിശദീകരിക്കുന്ന അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് എന്ന് നമുക്കറിയാം. അതിൽ പറയുന്നത്, ദ കമ്മ്യൂണിസ്റ്റ്സ് ഡിസ്ഡൈൻ ടു കൺസീൽ ദെയർ വ്യൂസ് ആൻഡ് എയിംസ്. ദേ ഓപ്പൺലി ഡിക്ലെയർ ദാറ്റ് ദെയർ എൻഡ്സ് ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ബൈ ദ ഫോഴ്സിബിൾ ഓവർത്രോ ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് സോഷ്യൽ കണ്ടീഷൻസ്. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആദർശത്തെ മറച്ചുവെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ തുറന്നു പറയുന്നു. എന്താണ് അവരുടെ തുറന്നു പറച്ചിൽ? കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം അവസാനിക്കുന്നത് എപ്പോൾ മാത്രമാണ്? ബൈ ദ ഫോഴ്സിബിൾ ഓവർത്രോ. ബലം പ്രയോഗിച്ചുകൊണ്ട് അവർ ഇല്ലാതെയാക്കും. എന്തിനെ? ഓൾ എക്സിസ്റ്റിംഗ് സോഷ്യൽ കണ്ടീഷൻസ്. നിലനിൽക്കുന്ന മുഴുവൻ സാമൂഹ്യ സംവിധാനങ്ങളെയും ബലം പ്രയോഗിച്ചുകൊണ്ട് ഇല്ലാതെയാക്കിയതിന് ശേഷമേ കമ്മ്യൂണിസ്റ്റുകാർ അടങ്ങുകയുള്ളൂ. ഇത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നാണ് കമ്മ്യൂണിസത്തെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആദർശത്തെ സംബന്ധിച്ചും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബലം പ്രയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സംവിധാനങ്ങളെ, അതല്ലാതെ ജനാധിപത്യ മാർഗത്തിലൂടെയോ സംവാദങ്ങളിലൂടെയോ ജനങ്ങളുടെ മനസ്സ് മാറ്റിയെടുത്തുകൊണ്ടുള്ള ഒരു മാറ്റമല്ല. അതുകൊണ്ടാണ് കേരളം വലിയൊരു ചർച്ചയായത്. കമ്മ്യൂണിസം അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ബാലറ്റ് പേപ്പറിലൂടെ ജനാധിപത്യ വഴികളിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ സംസ്ഥാനം എന്നുള്ള നിലക്ക് കേരളം പ്രസിദ്ധമാവാനുള്ള കാരണം എന്താണ്?
മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ബലം പ്രയോഗിച്ചുകൊണ്ടും ആയുധം ഉപയോഗിച്ചുകൊണ്ടും ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടുമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ വന്നിട്ടുള്ളത്. അതവരുടെ പ്രഖ്യാപനമായി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരം ബലം പ്രയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സംവിധാനങ്ങളെ മുച്ചൂടും മാറ്റാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. അതാകുന്നു ഞങ്ങളുടെ ദർശനം പഠിപ്പിക്കുന്നത്. ഇത് മൗലികവാദമാണോ? ഇത് തീവ്രവാദമാണോ? ഇത് ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങളുമായി യോജിക്കുന്നതാണോ എന്ന് ഇത് വായിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട സമൂഹത്തിൽ ഇവിടെ നിങ്ങളൊരു പക്ഷേ കരുതുന്നുണ്ടാകും നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്രമവും അനീതിയും അതേപോലെയുള്ള ചൂഷണങ്ങളുമെല്ലാം ഇല്ലാതെയാക്കിയിട്ടുള്ള ഒരു സംവിധാനത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ്. എന്നാൽ അറിയുക, അവരുടെ ഉദ്ദേശം അതാണെങ്കിലും പക്ഷേ അതിനവർ കണ്ടെത്തിയ വഴികളും മാർഗങ്ങളും അവരുടെ സിദ്ധാന്തങ്ങളുമെല്ലാം തന്നെ ഏതൊരു മനുഷ്യനിർമ്മിത സിദ്ധാന്തങ്ങളും പരാജയപ്പെടുന്നത് പോലെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, എന്തൊരു ലക്ഷ്യം പറഞ്ഞാണ് അവർ വന്നിട്ടുള്ളത് അതിൻ്റെ നേരെ വിപരീതം പ്രവർത്തിക്കുന്ന ആളുകളായി അവർ മാറുകയും ചെയ്തു. കാരണം ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന്, ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് സുരക്ഷിതത്വം നൽകുന്ന പ്രധാനപ്പെട്ട 3 സംവിധാനങ്ങളുണ്ട്. ആ 3 സംവിധാനങ്ങളെയും തകർക്കുന്നതിൽ കമ്മ്യൂണിസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതവരുടെ പ്രഖ്യാപനമായി അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും എന്ന് പറഞ്ഞു, എല്ലാം നമുക്കിവിടെ വിശദീകരിക്കുക സാധ്യമല്ല. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട 3 സംവിധാനങ്ങൾ. ഒന്ന് മതം. മനുഷ്യർക്ക് സമാധാനം നൽകുന്ന, അവരുടെ ജീവിതത്തിൽ സംസ്കാരവും നന്മയും നൽകുന്ന ഏറ്റവും വലിയൊരു സാമൂഹ്യ സംവിധാനമാണ് മതം എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അതിൻ്റെ പേരിൽ ആരെങ്കിലും എവിടെയെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞതുപോലെ മതങ്ങൾ തന്നെ മുഴുവനായി ഇല്ലാതെയായെങ്കിൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു അസംബന്ധം, അങ്ങനെയുള്ളൊരു തിയറിയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം തന്നെ അവരുടെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് മതങ്ങളെയും മതദർശനങ്ങളെയും പിഴുതെറിയണമെന്നാണ്. അതിലെ രാഷ്ട്രീയം എന്താണ് സഹോദരങ്ങളെ? നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ 2004 ജൂൺ മാസത്തിലുള്ള ചിന്താവാരികയിൽ അതിന് നൽകിയ അഭിമുഖത്തിൽ VS അച്യുതാനന്ദൻ പറയുന്നത് ഈശ്വരനില്ല, അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകാർ ഈശ്വര വിശ്വാസികളാവാൻ പാടില്ല എന്ന് മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളും മതവിശ്വാസിയാവാൻ പാടില്ല എന്നാണ്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാൻ കഴിയുക? ഇത് രാഷ്ട്രീയമാണോ? മതവും മതമൂല്യങ്ങളും ഇവിടെ സ്ഥാപിക്കപ്പെടണം, അതിന് കേടുപാടുകൾ സംഭവിക്കരുത് എന്ന് പറഞ്ഞാൽ അത് മതമൗലികവാദമാകുമെങ്കിൽ മതത്തെ തന്നെ പിഴുതെറിയണമെന്നും മതവിശ്വാസികളാരും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നും പറയുന്നതിലെ എന്ത് രാഷ്ട്രീയമാണുള്ളത്? മതവിശ്വാസികൾക്ക് ഞങ്ങളുടെ കൂടെ കൂടാൻ പാടില്ല എന്ന് പറയുന്നതിലെ രാഷ്ട്രീയമൊന്ന് വ്യാഖ്യാനിക്കൂ. അതേപോലെ തന്നെ EMS നമ്പൂതിരിപ്പാട് മതം മാർക്സിസം എന്ന പുസ്തകം ചിന്താ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള അതിൻ്റെ 59-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ അത് പിഴുതു കളയലാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്നാണ്. ഇതിലെന്ത് രാഷ്ട്രീയമാണുള്ളത്? ഇവിടെ കാലങ്ങളായി നിലകൊള്ളുന്ന മതവിശ്വാസങ്ങളെയും അവരുടെ സാമൂഹ്യ വേരുകളെയുമെല്ലാം പിഴുതെറിഞ്ഞു കഴിഞ്ഞാലേ കമ്മ്യൂണിസ്റ്റുകാരൻ അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനത്തിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? അതെങ്ങനെയാണ് മൗലികവാദമല്ലാതായിത്തീരുന്നത്? അതെങ്ങനെയാണ് തീവ്രവാദമല്ലാതായിത്തീരുന്നത്? പരിശോധിക്കുക. കാൾ മാർക്സ് പറയുകയുണ്ടായി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് കമ്മ്യൂണിസം എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കി, കമ്മ്യൂണിസം ബിഗിൻസ് ഫ്രം ദി ഔട്ട്സെറ്റ് വിത്ത് എത്തിസം. നിരീശ്വരവാദം എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് കമ്മ്യൂണിസവും തുടങ്ങുന്നു എന്നാണ്. ദൈവമില്ല, മതങ്ങളില്ല എന്ന നിരീശ്വര നിർമ്മതവാദ സിദ്ധാന്തം എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്നാണ് കമ്മ്യൂണിസവും തുടങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ആ വാചകം കടമെടുത്തുകൊണ്ട് തന്നെയാണ് അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാവുന്നതോടുകൂടി മതവിശ്വാസത്തെ അയാൾ കൈയൊഴിയണം. കാരണം ഇത് രണ്ടും ഒരുമിച്ച് സ്ഥാപിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മതത്തെ തകർക്കണം. The abolition of religion as the illusory happiness of the people is the demand for their real happiness എന്നാണ്. അവിടെ മതത്തെ തകർക്കുക എന്ന് തന്നെയാണ് കാൾ മാർക്സ് വളരെ കൃത്യമായി എഴുതിയിട്ടുള്ളത്.
മാത്രമല്ല ലെനിൻ എഴുതി ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി വർക്കേഴ്സ് പാർട്ടി ടു റിലീജൻ എന്ന പുസ്തകത്തിൽ ലെനിനും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് all and of every kind of religious organizations are always considered by Marxism as the organs of bourgeois reaction used for the protection of the exploitation and the stupefaction of the working class. മതം തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണെന്നും അതുകൊണ്ട് ജനങ്ങളെ ആ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ മതത്തെ അതിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും തകർത്ത് കളയണമെന്നും ഇതൊക്കെ ബൂർഷ്വകളായ ആളുകളുടെ അഥവാ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള മുതലാളിമാരുടെ ഏർപ്പാടാണ് മതം എന്നാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മതത്തിനെതിരായി നിലകൊണ്ടുകൊണ്ടല്ലാതെ ആ പേരിൽ നിലകൊള്ളാൻ സാധിക്കുകയില്ല. അതവരുടെ സൈദ്ധാന്തികമായ ഒരു അടിത്തറ തന്നെ മതത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അതില്ല എങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം വരികയില്ല. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയും അത് രാഷ്ട്രീയമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ലോകത്താകമാനമുള്ള മതവിശ്വാസികൾ അവരുടെ മതവിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ മൂല്യത്തെയും അതിൻ്റെ ഗൗരവത്തെയും സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിനെ തീവ്രവാദമായി അതിനെ മതമൗലികവാദമായി ചിത്രീകരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു തന്ത്രത്തിൻ്റെയും ഗൂഢാലോചനയുടെയും ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ മതത്തെ പിഴുതെറിയുക എന്നുള്ളതിനെ ഒരിക്കലും അത്തരമൊരു സിദ്ധാന്തത്തെ അത്തരമൊരു ലക്ഷ്യത്തെ നമുക്ക് രാഷ്ട്രീയമായി കാണുക സാധ്യമല്ല. രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകാർ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം ആ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന അവർ തകർക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സഹോദരങ്ങളെ കുടുംബമെന്ന സംവിധാനമാണ്. കുടുംബം എന്ന സംവിധാനത്തോട് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടെന്താണ്? നമുക്കൊക്കെ അറിയാം, ഒരുപക്ഷെ സുപരിചിതമായ ഒരു ഡയലോഗ് മലയാളികൾക്ക് പരിചയമുണ്ടാകും. അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അത്തരത്തിലുള്ള സാമൂഹ്യ സംവിധാനങ്ങൾക്കെതിരിലാണ് നമ്മുടെ പോരാട്ടം. ഇത് കേവലം വെറുതെ വന്ന ഒരു തമാശയ്ക്ക് വേണ്ടി വന്ന വാക്കല്ല. മറിച്ച് കമ്മ്യൂണിസത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളിൽ അതിൻ്റെ സിദ്ധാന്തത്തോട് കൂറു പുലർത്തുന്ന ആളുകളുടെ ജീവിതം പരിശോധിച്ചാലും അവർ കുടുംബ സംവിധാനത്തെ കല്യാണം കഴിച്ചുകൊണ്ട് ഒരു കുടുംബമായി നിൽക്കുന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല. കാരണം സ്വകാര്യ സ്വത്തിനെ പരിപൂർണമായും നിർമ്മാർജ്ജനം ചെയ്യലാണ് കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യമെന്ന് അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ ലോകത്ത് കാണപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളെയും ഈ ഒരു വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അത് ചരിത്രപരമായ അറിവില്ലായ്മ അതിലുണ്ട്. അതേപോലെ തന്നെ സമകാലീന സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, അങ്ങനെ ഒട്ടനവധി അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ അവർ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണെന്ത്? സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കിയാൽ ലോകത്ത് സമാധാനമുണ്ടാകും എന്നത്. അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞിട്ടുള്ള മതം പോലെ തന്നെ സ്വകാര്യ സ്വത്തിന് കാരണമായി തീർന്നിട്ടുള്ള ഒരു ഏർപ്പാടാണ് കുടുംബ സംവിധാനം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഓൺ വാട്ട് ഫൗണ്ടേഷൻ ഈസ് ദ പ്രസൻറ്റ് ഫാമിലി? ദ ബൂർഷ്വാ ഫാമിലി ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ, ഓൺ പ്രൈവറ്റ് ഗെയിൻ. ഇന്ന് കാണപ്പെടുന്ന ബൂർഷ്വാ ഫാമിലി അഥവാ ഒരു ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ സ്വത്തുക്കളും മറ്റുമൊക്കെ അവരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, അവർക്ക് വേണ്ടി സമ്പാദിക്കപ്പെടുന്നു, അങ്ങനെ സമ്പാദിച്ചത് കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ ബൂർഷ്വകളുടെ ഏർപ്പാടാണ്. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ബൂർഷ്വകളെ താങ്ങി നിർത്തുന്ന അതിൻ്റെ കോംപ്ലിമെൻസുകളൊക്കെ ഇല്ലാതെയായാലും അതേപോലെ തന്നെ സ്വകാര്യ സ്വത്തും മറ്റും ഇല്ലാതെയായാൽ ഈ കുടുംബ സംവിധാനവും താനെ ഇല്ലാതെയായിക്കൊള്ളും എന്നവർ പറയുകയുണ്ടായി. ദ ബൂർഷ്വാ ഫാമിലി വിൽ വാനിഷ് ആസ് എ മാറ്റർ ഓഫ് കോഴ്സ് വെൻ ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്സ് വാനിഷസ് ആൻഡ് ബോത്ത് വിൽ വാനിഷ് വിത്ത് ദി വാനിഷിംഗ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഇന്ന് കാണപ്പെടുന്നത് പോലെയുള്ള കുടുംബ സംവിധാനങ്ങൾ ഇല്ലാതെയാകും. കാരണം ഒരു വ്യക്തി തൻ്റെ സ്വത്തിനെ സ്വകാര്യമാക്കാൻ വേണ്ടി പിൽക്കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച ഒരു ഏർപ്പാടാണ് കുടുംബ സംവിധാനമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എംഗൽസ് അതിനെ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ദി ഓറിജിൻ ഓഫ് ദി ഫാമിലി എന്ന് പറയുന്ന വിഖ്യാതമായ, എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ വിഖ്യാതമായ ഒരു പുസ്തകമാണ് ഓറിജിൻസ് ഓഫ് ദ ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ്. എങ്ങനെയാണ് ഫാമിലി ഉണ്ടായത്, അതേപോലെ തന്നെ സ്വകാര്യ സ്വത്ത് ഉണ്ടായത് എങ്ങനെയാണ്, സ്റ്റേറ്റ് ഉണ്ടായത് എങ്ങനെയാണ് എന്നൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ചില സിദ്ധാന്തങ്ങളുണ്ട്. അതിനു മുമ്പുള്ള ചില ആളുകളുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില സിദ്ധാന്തങ്ങളാണ്. അതല്ലാതെ അതിന് ചരിത്രപരമായ യാതൊരു തെളിവുകളുടെയും പിൻബലത്തിലല്ല.
അതുകൊണ്ട് ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. അവിടെ ഭാര്യ ഭർത്താവ്, എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്നുള്ള ചിന്തയൊന്നുമില്ലായിരുന്നു. മറിച്ച് ഒരു പെണ്ണ് എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും അവിടെ മക്കളുണ്ടാവാം. അങ്ങനെ ആരും സ്വന്തമായി കരുതേണ്ടതില്ല. ആ ഒരു കാലഘട്ടമായിരുന്നു നന്മ നിറഞ്ഞ കാലഘട്ടം എന്നുവരെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല ദി മോണോഗമസ് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓറിജിൻസ് ഓഫ് ഫാമിലി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇന്ന് കാണപ്പെടുന്ന ഭാര്യ ഭർത്താവ് മക്കൾ എന്ന സംവിധാനത്തെക്കുറിച്ച് എംഗൽസ് പറയുന്നത്, thus when monogamous marriage first makes its appearance in history, it is not as the reconciliation of man and women. ഒരു ആണും പെണ്ണും സമാധാനത്തിൽ ഒത്തുകൂടുന്ന ഒരു സംവിധാനം എന്നുള്ള നിലക്കല്ല കുടുംബ സംവിധാനം ലോകത്ത് നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇസ്ലാം പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ സൃഷ്ടിച്ച് തന്നിട്ടുള്ളത് നിങ്ങൾ പരസ്പരം സമാധാനത്തിൽ ഒത്തുകൂടാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിടയിൽ പ്രേമവും കാരുണ്യവും സ്നേഹവുമൊക്കെ ഇട്ട് തന്നിരിക്കുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാടനുസരിച്ച് ആ ഒരർത്ഥത്തിലല്ല അതുണ്ടായിട്ടുള്ളത്. മറിച്ച് ക്വൈറ്റ് ദ കോൺട്രറി, മോണോഗമസ് മാരേജ് കംസ് ഓൺ ദി സീൻസ് ആസ് ദി സബ്ജുഗേഷൻ ഓഫ് ദി വൺ സെക്സ് ബൈ ദി അതർ. ഇറ്റ് അനൗൺസസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ സെക്സസ് അൺനോൺ ത്രൂ ഔട്ട് ദി ഹോൾ പ്രീവിയസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അദ്ദേഹം പറയുന്നത്, ഒരു സെക്സ് അഥവാ ആണ് പെണ്ണിനെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ അടിച്ചമർത്തുകയും അവർ തമ്മിലുള്ള കുഴപ്പങ്ങളും ഷണ്ടകളും, ഇതാണ് യഥാർത്ഥത്തിൽ കല്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ പുരുഷൻ സ്ത്രീയെ അടിച്ചമർത്തുന്ന സംവിധാനമാണ്. ചരിത്രത്തിൽ പൂർവ്വകാല ചരിത്രങ്ങളിലൊന്നും കാണപ്പെടാത്തൊരു സംവിധാനം പിന്നീട് വന്നതാണ്. അതല്ലാതെ ആണും പെണ്ണും സുഖകരമായി ജീവിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളൊരു ഏർപ്പാടല്ല. അടിച്ചമർത്തുവാൻ വേണ്ടിയും സ്വകാര്യ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയുമുള്ള ഒരു ഏർപ്പാടാണ് എന്നാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ജർമ്മൻ ഐഡിയോളജി എന്ന് പറയുന്ന ഒരു പുസ്തകം മാർക്സും എംഗൽസും കൂടി എഴുതിയിട്ടുള്ളതാണ്. അവിടെ മാർക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദ ഫസ്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ ഈസ് ദാറ്റ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൻ ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ അവരുടെ പ്രവർത്തനങ്ങളിലുണ്ടായിട്ടുള്ള ആ ഒരു ലേബറിൽ, അവരുടെ ആ ജോലിയിലുണ്ടായിട്ടുള്ള ആ ഒരു വ്യത്യാസം, അതായിരുന്നു ഏറ്റവും ആദ്യം തന്നെ ഉണ്ടായിട്ടുള്ള ജോലിയിൽ കാണപ്പെട്ട അനീതി എന്നാണ്. അഥവാ സ്ത്രീ പ്രസവിക്കുക, പുരുഷൻ അതിന് കാരണക്കാരനായി തീരുക, അങ്ങനെ ഒരു കുടുംബ സംവിധാനം ഉണ്ടാവുക, ആ മക്കളെ പോറ്റുക, അവരെ നോക്കുക, അവർക്ക് സമ്പത്ത് കൊടുക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ സംവിധാനമാണ് കുടുംബം. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും എംഗൽസ് പറയുകയാണ്, എന്നാൽ എനിക്ക് അതിലേക്ക് ഇങ്ങനെ കൂടി ആഡ് ചെയ്യാനുണ്ട്. ദി ഫസ്റ്റ് ക്ലാസ് ഓപ്പോസിഷൻ ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ഹിസ്റ്ററി coincides with the development of the antagonism between man and woman in monogamous marriage, and the first class oppression coincides with that of the female sex by the male. അദ്ദേഹം പറയാണ്, ഈ വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഉയർന്നവർ താഴ്ന്നവർ, മുതലാളിമാർ തൊഴിലാളിമാർ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശത്രുത, ഇതൊക്കെ ആരംഭിച്ച ഒന്നാമത്തെ സ്ഥലമെന്ന് പറയുന്നത് കുടുംബമാണ്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമില്ല എന്ന് പറയാൻ കാരണം, അതൊക്കെ ബൂർഷ്വാ സംവിധാനമായിട്ടാണ് കാണുന്നത്, അടിച്ചമർത്തുന്നതിൻ്റെ സംവിധാനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ സ്വതന്ത്രനായിരിക്കണം. ആണിന് ആണിൻ്റെ വഴി, പെണ്ണിന് പെണ്ണിൻ്റെ വഴി, ഓരോരുത്തർക്കും വേണമെങ്കിൽ പരസ്പര ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നിലനിൽക്കാം, ഇഷ്ടമുള്ളപ്പോൾ പിരിഞ്ഞു പോകാം. അവിടെ പ്രത്യേകിച്ച് ആരും ആരെയും ഭരിക്കുന്ന ഒരവസ്ഥയുമൊന്നും ഉണ്ടാകുവാൻ പാടില്ല എന്ന ഒരു സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരാണ്. അവിടെ അവർക്ക് ചില ന്യായങ്ങൾ പറയാനുണ്ടായിരുന്നു. സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു, അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നു, കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നു, സ്വകാര്യ സ്വത്ത് കൈയടക്കി വെക്കുന്നു എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞു. പക്ഷേ മതത്തെയും മതദർശനങ്ങളെയും ദൈവികമായ മാർഗദർശനങ്ങളെയും തള്ളുകയും ഓരോ ആളുകൾക്കും അവരുടെ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്ന ആശയങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ തികഞ്ഞ അരാജകത്വമാണ് പകരമായി അവർക്ക് സംവിധാനിക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥകളെ മുഴുവൻ ബലം പ്രയോഗിച്ച് ഞങ്ങൾ പിഴുതെറിയുമെന്ന് പറഞ്ഞവർക്ക് പകരം അതിനേക്കാൾ നന്മ നിറഞ്ഞ ഒന്നിനെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. എന്ത് സ്ഥാപിക്കണമെന്നവർക്കറിയില്ല. പൊളിച്ചു കളയുന്നതിനെക്കുറിച്ച് അവർക്ക് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമുക്കറിയാം, അലക്സാണ്ട്ര കൊളൻറ്റൈൻ
അറിയപ്പെടുന്ന ലെനിൻ്റെ ഭരണകൂടത്തിലുണ്ടായിരുന്ന ഏക സ്ത്രീയായിട്ടുള്ളൊരു മെമ്പറാണ്. മാത്രമല്ല ഉന്നതമായ സ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ അവർ വഹിച്ചിരുന്നു. അലക്സാണ്ട്ര കൊളൻഡായി. അവരുടെ ഒരു ജീവചരിത്രം അവർ തന്നെ എഴുതിയിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി ഓഫ് എ സെക്ഷുവലി ഇമാൻസിപ്പേറ്റഡ് കമ്മ്യൂണിസ്റ്റ് വുമൻ. എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര്? സെക്ഷുവലി ഇമാൻസിപ്പേറ്റഡ്, ലൈംഗിക വിഷയത്തിൽ സ്വതന്ത്രയാക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവരെഴുതിയ പുസ്തകങ്ങളാണ് ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് ദർശനത്തെ അംഗീകരിച്ച ആളുകൾക്ക് മാർഗദർശനമായി നിലകൊണ്ടിട്ടുള്ളത്. അവർ പറയുന്നൊരു കാര്യമുണ്ട്: ദ ഹാബിച്വൽ മൊറാലിറ്റി ഓഫ് ദി പ്രസൻറ്റ് ഡേ മാൻ പെർമിറ്റ്സ് ഹിം ടു ഡിമാൻഡ് എ യങ് ഗേൾ ദാറ്റ് ഷീ റിമെയിൻ എ വിർജിൻ അൻറ്റിൽ ലെജിറ്റിമേറ്റ് മാരേജ്. അതായത് ഇന്നത്തെ ഒരു മൊറാലിറ്റി, ഒരു ധാർമ്മികത, അത് പുരുഷനോട് പറയുന്നത് നീ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി അവൾ ശുദ്ധയായിരിക്കണം, അഥവാ ഇതിനു മുമ്പ് ലൈംഗിക ബന്ധത്തിലൊന്നും ഏർപ്പെടാത്ത കന്യകയായിരിക്കണം എന്നത് ഇന്നത്തൊരു മൊറാലിറ്റി പറയുന്ന കാര്യമാണ്. പക്ഷേ അവർ പറയാണ്, ബട്ട് ദർ വർ ട്രൈബ്സ് എമംഗ് ഹൂം ദ വുമൻ ഓൺ ദി കോൺട്രറി മെയ്ഡ് ഇറ്റ് എ മാറ്റർ ഓഫ് പ്രൈഡ് ടു ഹാവ് മെനി ലവേഴ്സ്. എന്നാൽ പൂർവ്വകാലത്ത് ഒരുപാട് ഗോത്രങ്ങളിലും മറ്റുമൊക്കെ നിലനിന്നിരുന്നത് സ്ത്രീകൾക്ക് കുറച്ചുകൂടി പദവി നൽകുന്നൊരു സ്റ്റേറ്റസ് ആയിരുന്നു. അവരന്ന് അഭിമാനിച്ചിരുന്നു. എന്തിലാണ് അഭിമാനിച്ചത്? ടു ഹാവ് മെനി ലവേഴ്സ്. ഒരുപാട് ആളുകളുണ്ട്, ഒരാളല്ല, ഒരു ഭർത്താവ്, അങ്ങനെയല്ല, ഒരുപാട് ആളുകളുണ്ട്. ഡെക്കറേറ്റ് ഇൻ ഹെർ ആംസ് ആൻഡ് ലെഗ്സ് വിത്ത് റിങ്സ് ടു ഇൻഡിക്കേറ്റ് ദെയർ നമ്പർ. എത്ര ആളുകൾ തന്നെ സമീപിച്ചു എന്ന് കാണിക്കാൻ വിരലുകളിലും മറ്റുമൊക്കെ പ്രത്യേക റിങ്ങുകൾ ഇട്ടിരുന്നു. ആ റിങ്ങിൻ്റെ എണ്ണം അനുസരിച്ച് എനിക്കത്രയും ആളുകളുണ്ട്. കമ്മ്യൂണിസം ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹെഡിങ്ങിൽ 1920കളിൽ വന്ന ഒരു ലേഖനത്തിൽ അവർ വ്യക്തമാക്കിയ കാര്യമാണ്. മാത്രമല്ല, സെക്ഷൽ ലിബറേഷന് വേണ്ടി വാദിച്ച വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരിൽപ്പെട്ട ഒരാളായിരുന്നു ഈ പറയുന്ന അലക്സാണ്ട്ര കൊളൻഡൈ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ. അവർ പ്രത്യേകം എഴുതി. എവിടെ എഴുതി? തിസീസ് ഓൺ കമ്മ്യൂണിസ്റ്റ് മൊറാലിറ്റി ഇൻ ദി സ്പിയർ ഓഫ് മാരിറ്റൽ റിലേഷൻ. കമ്മ്യൂണിസ്റ്റുകാരുടെ മൊറാലിറ്റിയെക്കുറിച്ച് പറയുന്നിടത്ത് 1921 എഴുതിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മൊറാലിറ്റിയെക്കുറിച്ച് പറയുന്നിടത്തിൽ അവർ പറയുന്നൊരു വാചകം, പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ ഇവരെ ഈ ഒരു വിഷയത്തിൽ പിന്നീട് തള്ളിപ്പറയേണ്ടി വന്നു. എന്തായിരുന്നു വിഷയം? അവർ പറയുന്നത്, ദ സെക്ഷൽ ആക്ട് മസ്റ്റ് ബി സീൻ നോട്ട് ആസ് എ സംതിങ് ഷെയിംഫുൾ ആൻഡ് സിൻഫുൾ. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതൊക്കെ ഒരു ലജ്ജയുള്ളതോ ഒരു പാപമായ കാര്യമായ ആരും കരുതരുത്. ബട്ട് ആസ് സംതിങ് വിച്ച് ഈസ് ആസ് നാച്ചുറൽ ആസ് ദി അതർ നീഡ്സ് ഓഫ് ഹെൽത്തി ഓർഗാനിസം സച്ച് ആസ് ഹങ്കർ ആൻഡ് തെസ്റ്റ്. മറ്റു പല മനുഷ്യവികാരങ്ങളും പോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഒരാൾക്ക് വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കണം, ദാഹിച്ചാൽ വെള്ളം കുടിക്കണം. അതേപോലെ ഈ ആവശ്യം തോന്നിയാൽ അതിന് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോകണം. അതിനപ്പുറത്ത് അതിനെ ഒരു വലിയ പാപമായിട്ടൊന്നും കാണാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അത് പിന്നീട് ധാരാളം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുകയും നാട്ടിൽ നടത്തുന്ന വിപ്ലവത്തിൽ നിന്ന് വരെ അവരെ പിറകോട്ട് വലിക്കുകയും ചെയ്തു. കാരണം എല്ലാ ചെറുപ്പക്കാരും പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ തുടങ്ങി. അപ്പോഴാണ് ലെനിൻ പറഞ്ഞിട്ടുള്ളത്, ദിസ് ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി ഹാസ് മെയ്ഡ് അവർ യങ് പീപ്പിൾ മാഡ്, ക്വൈറ്റ് മാഡ്. ലെനിൻ പറയുകയാണ്, ഈ നമ്മുടെ ഈ സഹപ്രവർത്തകർ കൊണ്ടുവന്ന ഈ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്ന സിദ്ധാന്തം, എന്ന് പറഞ്ഞാൽ ദാഹിച്ചാൽ വെള്ളം കുടിക്കുന്നത് പോലെ സെക്സിലേർപ്പെടാമെന്ന ഈ ഒരു സിദ്ധാന്തം, ഇത് നമ്മളുടെ ചെറുപ്പക്കാരെ ഭ്രാന്തന്മാരാക്കിയിരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ പിന്നീട് ആ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്താണ്? ചെറുപ്പക്കാരുടെ ശ്രദ്ധ തെറ്റിക്കുന്നു ഇതേപോലെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോ കമ്മ്യൂണിസത്തിനോ ദൈവവും മതവുമില്ല എന്നും കുടുംബം എന്നുള്ളതൊക്കെ ബൂർഷകളുടെ ഏർപ്പാടാണ് എന്ന് പറയുന്നതും പൂർവ്വകാല പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിലുള്ളതുപോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് എന്ന ദർശനം മുന്നോട്ട് വെച്ച ആളുകൾക്ക് പ്രത്യേകമായൊരു ധാർമ്മികത വന്നതല്ല എന്ന് നമ്മൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും എഴുതിയിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബാധ്യതകളുമില്ലാത്ത ചില ബന്ധങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ വിവാഹരംഗത്ത് വേണ്ടതില്ല. അവിടെ മുതൽക്കാണ് കമ്മ്യൂണിസവും ഫെമിനിസവും കൈകോർത്ത് പിടിച്ചുകൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഡാനിയൽ ലിറ്റിൽ അദ്ദേഹം ഫെമിനിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും കാൾമാർക്സും എംഗൽസും അതേപോലെയുള്ള ആളുകളും അതേപോലെ തന്നെ അലക്സാണ്ട്ര കൊളൻഡയെ പോലെയുള്ള ആളുകളും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ആധുനിക ഫെമിനിസത്തിന് വിത്തുപാകി എന്നും അങ്ങനെയാണ് ഫെമിനിസം
വളർന്ന് പടർന്ന് പന്തലിച്ചത് എന്നും അവർ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരുടെയും കാൾ മാർക്സിൻ്റെയും ഒക്കെ നിലപാടുകൾ ഹാവ് ക്ലിയർ ഇംപ്ലിക്കേഷൻ ഫോർ എ തിയറി ഓഫ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ഇമാൻസിപ്പേഷൻ. ജെൻഡർ ഇക്വാലിറ്റി, നമ്മൾ ജെൻഡർ ന്യൂട്രൽ എന്നൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ആണും പെണ്ണും ഒരുമിച്ചിരിക്കണം, രണ്ടു കൂട്ടർക്കും വേറെ വേറെ വസ്ത്രം വേണ്ട, അതേപോലെ തന്നെ സ്വവർഗരതിയെ നിരാകരിക്കുന്നവൻ മനുഷ്യനല്ല, അതേപോലെ തന്നെ സ്വതന്ത്ര ലൈംഗികത, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാരുടെ തണലിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ചിന്തകന്മാരായ ആളുകളുടെ നാവുകളിൽ നിന്നുമൊക്കെ ഇതൊക്കെ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നതും നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നതും ഇത് വെറുതെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. അത്തരത്തിലുള്ളൊരു ഫാമിലി സിസ്റ്റമൊന്നും ആവശ്യമില്ല എന്നാണ്. ചൈന ഈ വിഷയത്തിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ നിയമങ്ങളിലൊന്ന് അറേഞ്ച്ഡ് മാരേജിനെ ഇല്ലാതാക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും കുടുംബക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നടത്തുന്ന കല്യാണങ്ങളൊന്നും വേണ്ട. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടാൽ ഓരോരുത്തരും കൂടെ ജീവിക്കുക. അതിനപ്പുറത്ത് പ്രത്യേകിച്ചൊരു വലിയ സംവിധാനമായിട്ടൊന്നും ഇതിനെ കൊണ്ട് നടക്കേണ്ടതില്ല എന്ന ഒരു തിയറിയായിരുന്നു അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ഭരണത്തിൽ വന്ന പല നാടുകളിലും വിവാഹമോചനം കൂടി എന്നുള്ളത് കൃത്യമായ കണക്കുകൾ പ്രകാരം, അതേപോലെ തന്നെ വേശ്യാവൃത്തി കൂടി, വിവാഹമോചനം കൂടി, അതേപോലെ തന്നെ സാമൂഹ്യ അന്തരീക്ഷത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ ധാരാളം പഠനങ്ങൾ ലോകത്തുണ്ട്. എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ ആ വിഷയങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം കുടുംബ സംവിധാനത്തിനും മതസംവിധാനത്തിനും അത് എതിരായി നിന്നു എന്ന് മാത്രമല്ല, പിന്നീട് അവർ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു സംവിധാനമാണല്ലോ സ്റ്റേറ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ളത്, കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിതേഴ്സ് അവേ എന്നാണ്. ദ സ്റ്റേറ്റ് വിൽ വിതർ അവേ, പിന്നെ സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അതിനു മുമ്പ് എന്ത് വേണം? തൊഴിലാളികളുടെ സർവാധിപത്യം വരും. അങ്ങനെ തൊഴിലാളികളുടെ സർവാധിപത്യം വരികയും നിലവിലുള്ള ബൂർഷ്വാ ഭരണകൂടങ്ങളൊക്കെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, തൊഴിലാളികൾക്ക് ആധിപത്യവും ഉണ്ടായില്ല, സർവാധിപത്യവും ഒന്നും ഉണ്ടായില്ല. മറിച്ച് കമ്മ്യൂണിസ്റ്റ് ദർശനം മുന്നോട്ട് വെച്ചവർ തന്നെ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു സ്റ്റേറ്റിലും നടന്നിട്ടില്ലാത്ത വിധമുള്ള ക്രൂരകൃത്യങ്ങളാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കീഴിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും 1917 മുതൽ 1921 വരെയുള്ളൊരു കാലഘട്ടത്തിൽ തന്നെ 600ഓളം ചർച്ചുകൾ, കേവലം 3-4 വർഷങ്ങൾ കൊണ്ട് 600ഓളം ചർച്ചുകൾ, 15 മില്യണോളം ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു, ചർച്ചുകൾ പൊളിക്കപ്പെട്ടു, മസ്ജിദുകൾ പൊളിക്കപ്പെട്ടു. മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചൈനയിലും റഷ്യയിലും അതേപോലെയുള്ള രാജ്യങ്ങളിലുമൊക്കെ കൊന്നൊടുക്കിയതിൻ്റെ കണക്ക് ഭീതിപ്പെടുത്തുന്നതാണ്. ഒരിക്കലും നടക്കാത്ത ഒരു ആദർശത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി സാമൂഹ്യ സ്ഥാപനങ്ങളെയെല്ലാം ഇല്ലാതെയാക്കി ഞങ്ങൾ സമാധാനം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി കൊന്നൊടുക്കിയത് 100 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ 10 ലക്ഷമാണ്. അങ്ങനെയുള്ള 100 മില്യൺ ജനങ്ങളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. അതിനേക്കാൾ കൂടുകയുള്ളൂ, കുറയുകയില്ല. അതായത് ഫെയിൽഡായിരുന്നു. കമ്മ്യൂണിസം ഒരു നാട്ടിലും നിലവിൽ വന്നില്ല, ഒരു വീട്ടിലും നിലവിൽ വന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ സിദ്ധാന്തിച്ച രൂപത്തിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെയും കാണാൻ കഴിയില്ല. ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ പോലും കാണാൻ കഴിയില്ല. കാരണം അത് സാധ്യമല്ല. കമ്മ്യൂണിസം മുന്നോട്ട് വെച്ച ആദർശത്തിൻ്റെ ഒരു കുഴപ്പം അതാണ്. അങ്ങനെയുള്ള ഫെയിൽഡായിട്ടുള്ള ഒരു മനസ്സിലെ സങ്കല്പത്തിന് വേണ്ടി പോലും അവർ കൊന്നൊടുക്കിയിട്ടുള്ളത് മില്യൺ കണക്കിന് ജനങ്ങളെയാണ്. അതുകൊണ്ടാണ് നാം ചോദിക്കുന്നത്, കമ്മ്യൂണിസം എന്നുള്ളത് അത് രാഷ്ട്രീയമാണോ അതല്ല അരാജകത്വമാണോ? എന്നാൽ നമ്മുടെ നാട്ടിൽ കൃത്യമായൊരു ജനാധിപത്യ ഭരണകൂടവും സംവിധാനവും ഒരു ഭരണഘടനയും ഉള്ളതുകൊണ്ട് തന്നെ മറ്റു ദർശനങ്ങളുടെ സ്വാധീനങ്ങൾക്കൊന്നും നമ്മുടെ രാജ്യം വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വലിയ ഒരു സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹിറ്റ്ലറിനെ പോലും തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള കൊലപാതകങ്ങളാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലും മറ്റും നടന്നിട്ടുള്ളത്. ആരാണ് ഏറ്റവും കൂടുതൽ കൊന്നത് എന്ന് ചോദിച്ചാൽ ഹിറ്റ്ലർ അല്ല, സ്റ്റാലിനാണ്. ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും മാവോ സെത്തുങ്ങിൻ്റെയും കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഹിറ്റ്ലർ കൊന്നതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ്. അവിടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിലാണ് ചരിത്രകാരന്മാർ സംസാരിച്ചിട്ടുള്ളത്. ഹിറ്റ്ലറിൻ്റെത് ക്വാളിറ്റിയിൽ കുറച്ചുകൂടി രൂക്ഷമായ വാദങ്ങളായിരുന്നു ഹിറ്റ്ലറിനുണ്ടായിരുന്നത്. പക്ഷേ ക്വാണ്ടിറ്റിയിൽ എണ്ണം നോക്കുകയാണെങ്കിൽ സ്റ്റാലിനും ലെനിനും മാവോ സെത്തുങ്ങും പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഫോട്ടോ
അവരുടെ ചിത്രങ്ങൾ വെച്ച് എന്തോ വലിയ സാമൂഹ്യ സേവനം ചെയ്ത ആളുകളെപ്പോലെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുമൊക്കെ പല ഓഫീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തികഞ്ഞ വൈരുദ്ധ്യമാണത്. ഉസാമ ബിൻ ലാദൻ്റെയോ അതേപോലെ ഏതെങ്കിലും തീവ്രവാദികളുടെ ഫോട്ടോ നമ്മുടെ ഏതെങ്കിലും ഒരാളുകളുടെ വീട്ടിലോ ഓഫീസിലോ പ്രത്യേകം വെച്ച് ആദരിക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ പുകിൽ? എന്നാൽ അവരൊക്കെ ചെയ്തതിനേക്കാൾ എത്രയോ 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 മടങ്ങ് ആളുകളെ കൊന്നൊടുക്കിയ ആളുകളുടെ ഫോട്ടോ തങ്ങളുടെ നേതാക്കളെപ്പോലെ ആദരവോടുകൂടി തൂക്കി ബഹുമാനിക്കുന്നത് തീർത്തും വൈരുദ്ധ്യമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഒരു ദർശനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത് തികഞ്ഞ അരാജകത്വമാണ്. മതത്തിനെതിരിലും ഇതേപോലെയുള്ള ധാർമ്മികതകൾക്കെതിരിലും തീർച്ചയായും ആ ദർശനം രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദർശനങ്ങൾക്കും മറ്റും സിന്ദാബാദ് വിളിക്കുന്നതിന് മുമ്പ്, അതിന് പോയി തലവെച്ചു കൊടുക്കുന്നതിന് മുമ്പ് വിവേകമതികളായ ആളുകൾ, ആലോചനാശേഷിയുള്ള ആളുകൾ ഒരല്പം പഠിക്കുകയും ചിന്തിക്കുകയുമൊക്കെ വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.